വണക്കം. പറയേണ്ടതും അറിയേണ്ടതുമായ കാര്യങ്ങളുമായി ആരംഭിക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. അധികാരമേറ്റ് ഒരാഴ്ച പിന്നിടും മുമ്പ് ഒരു പിടി ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് വി.ഡി. സതീശൻ സർക്കാർ നടപ്പിലാക്കിയത്. ജനരോഷം ഏറ്റുവാങ്ങിയ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതും ആശാ ജീവനക്കാർക്ക് 3000 രൂപ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിച്ചതുമടക്കം ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ രണ്ടാം പിണറായി സർക്കാർ നേരിട്ട ഭരണവിരുദ്ധ വികാരം കൂടി മാനിച്ചാണ് ഇങ്ങനെ ജനപ്രിയ നടപടികളുമായി വി.ഡി. സതീശൻ സർക്കാർ തുടക്കത്തിൽ തന്നെ കളം പിടിക്കുന്നത്. കാണാം, റിസർച്ച് ഡെസ്കിൽ നിന്ന് വിനയ് ഉണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്. മുഖം മിനുക്കി പുതുയുഗ തുടക്കം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പഴഞ്ചൻ രീതികൾ കാറ്റിൽ പറത്തിയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ നീക്കം. അധികാരമേറ്റ് ഒരാഴ്ച പിന്നീട് മുൻപ് ജനപ്രിയ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇതിലെടുത്തു പറയേണ്ടത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച KSRTCയിലെ വനിതകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച തീരുമാനമാണ്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ സഞ്ചരിക്കാമെന്ന പ്രഖ്യാപനമാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സർക്കാർ കൈക്കൊണ്ടത്. വിഷയത്തിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മെയ് 15-ന് KSRTC ബസ്സുകൾ കേന്ദ്രീകരിച്ച് സമരം നടത്തിയിരുന്നു. ഇത്തരത്തിൽ കൂടുതൽ ചർച്ചകൾക്കോ സമരങ്ങൾക്കോ ഇടം നൽകാതെയാണ് അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ നടത്തിയ സൗജന്യയാത്രാ പ്രഖ്യാപനം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. മറ്റൊരു നിർണായക പ്രഖ്യാപനം രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ ജനരോഷം ഏറ്റുവാങ്ങേണ്ടി വന്ന തിരുവനന്തപുരം കാസർഗോഡ് അർദ്ധ അതിവേഗ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മഞ്ഞക്കുറ്റികളുടെ സ്ഥാപനം വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഇതോടെയാണ് അധികാരമേറ്റയുടൻ വി.ഡി. സതീശൻ സർക്കാർ പദ്ധതി റദ്ദു ചെയ്യുന്നതായി പ്രഖ്യാപിച്ചത്. സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പരിശോധിച്ച് അവ പിൻവലിക്കാനുള്ള ശുപാർശ കോടതിയിൽ സമർപ്പിക്കാനും പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞ സർവേ കുറ്റികൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകാനും സർക്കാർ തീരുമാനിച്ചു. ഇതോടെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയുള്ള ഒരു വികസന പദ്ധതികൾക്കും സർക്കാർ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് പുതിയ സർക്കാർ നൽകുന്നത്. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾ അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ 266 ദിവസം നീണ്ടുനിന്ന ചരിത്രപരമായ ആശാസമരത്തെയും സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് ആദ്യ ദിനങ്ങളിൽ തന്നെ കേരളം സാക്ഷിയായി. ഓണറേറിയം, വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയവ വർദ്ധിപ്പിക്കാനായിരുന്നു ആശമാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തിയത്. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം ആദ്യഘട്ടമെന്ന നിലയിൽ 3000 രൂപ വർദ്ധിപ്പിച്ചാണ് ആദ്യ മന്ത്രിസഭായോഗം കയ്യടി നേടിയത്. വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ചുള്ള തീരുമാനം 1 മാസത്തിനുള്ളിൽ അറിയിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. അംഗനവാടി ജീവനക്കാർ, സ്കൂൾ പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവർക്ക് 1000 രൂപ വേതനം വർദ്ധിപ്പിച്ചും സർക്കാർ കളം പിടിച്ചു. ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറയണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെന്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ തീരുമാനിച്ചതിലൂടെ ഉദ്യോഗാർത്ഥികളോട് അനുഭാവപൂർണമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് PSC ഉദ്യോഗാർത്ഥികളുടെ സമരപരമ്പര തന്നെയാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ കണ്ടത്. നിയമനങ്ങൾ നടത്താതെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിപ്പിക്കുന്നതും 1ാം റാങ്ക് വാങ്ങിയവർക്ക് പോലും നിയമനം നടത്താതിരുന്നതുമടക്കം
പിണറായി സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതോടെയാണ് PSC റാങ്ക് ലിസ്റ്റിലും അനുകൂല തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നത്. PSCയുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കാനുള്ള VDS സർക്കാരിന്റെ തീരുമാനത്തിനും വലിയ കയ്യടിയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇത്തരത്തിൽ വിഷൻ 2031 നയരേഖയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപിടി ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തുടക്കം മുതൽ വിമർശകരുടെയും പ്രതിപക്ഷത്തിന്റെയും വായടപ്പിക്കുന്ന നീക്കങ്ങളാണ് VD സതീശൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. റിസർച്ച് ഡെസ്ക് 24. നിരവധി പ്രേക്ഷകർ, പ്രത്യേകിച്ച് പൊതുജനം കഴുതയല്ല സാറിൻ്റെ സ്ഥിരം പ്രേക്ഷകരൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നിരവധി കമൻറ്റുകൾ സോഷ്യൽ മീഡിയ പേജിൽ, യൂട്യൂബ് പേജിലൊക്കെ നൽകുന്നുണ്ട്. രവികുമാർ PB പറയുന്നു, KSRTCയിൽ സൗജന്യ യാത്ര കൊടുത്താൽ KSRTC പൂട്ടും, കൊടുത്തില്ലെങ്കിൽ സ്ത്രീകൾ പൂട്ടും, പ്രതിപക്ഷവും സമരത്തിനിറങ്ങും, എന്തായാലും പ്രശ്നമാണ് എന്ന്. മിനിബാബു പറയുന്നു, KSRTCയിൽ ഫ്രീ ആയി സഞ്ചരിക്കാമെന്നുള്ള ആഗ്രഹം നടക്കുമോ? കുറേ നഷ്ടത്തിൻ്റെ കണക്കാണല്ലോ ഇത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. മോഹനൻ പിലാത്തറ പറയുന്നു, കേരളത്തിന് മൊത്തം സാമ്പത്തിക ബാധ്യത വരുത്തുന്ന പ്രഖ്യാപനം വേണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ വനിതകൾക്കും ഫ്രീ യാത്ര പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല, അർഹതപ്പെട്ടവരെ ഒഴിവാക്കുകയും ചെയ്യരുത്. രഘുനന്ദനൻ പറയുന്നു, സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ ജനങ്ങളുടെ ക്ഷേമം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന കാര്യം. ആ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ പ്രതികരണം നടത്തുന്നത്. ഏതായാലും ജനങ്ങളുടെ മറ്റ് ക്ഷേമ പദ്ധതികൾ തടസ്സമുണ്ടാകരുത്, ട്രാൻസ്പോർട്ട് നഷ്ടത്തിലുമാവരുത് എന്നാണ് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നത്. ഈ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു കാര്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. 5 ഗ്യാരണ്ടികളും ക്ഷേമ പദ്ധതികളും ആനുകൂല്യവർദ്ധനവും പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ VD സതീശൻ സർക്കാരിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് എങ്ങനെ പണം കണ്ടെത്തുമെന്നതാണ് ആ വെല്ലുവിളി. വരുമാനം ഉയർത്താതെ വായ്പാ പണം കൊണ്ട് മാത്രം വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പോയാൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ചീട്ടുകൊട്ടാരം പോലെ തകരും. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എങ്ങനെ നടപ്പാക്കും? ലോകത്തിന്റെ സ്പന്ദനം തന്നെ കണക്കിലാണ് എന്നത് വെറുമൊരു സിനിമാ ഡയലോഗല്ല, കണക്കിൽ അല്പം കാര്യമുണ്ട്. സാമ്പത്തിക ശാസ്ത്രമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം. തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നും പിന്നും നോക്കാതെ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കണമെങ്കിൽ ഖജനാവിൽ കാശ് വേണം, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അതിനുള്ള വകുപ്പെങ്കിലും വേണം. ഈ നടക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം VD സതീശൻ സർക്കാർ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനിറങ്ങാൻ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, വയോജന വകുപ്പ് രൂപീകരണം, ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കൽ, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ തുടങ്ങിയ ഇന്ദിരാ ഗ്യാരണ്ടികൾ, ആശമാർ അടക്കമുള്ള സ്കീം തൊഴിലാളികളുടെ ആനുകൂല്യ വർധനവ്, ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക, ഇങ്ങനെ അസംഖ്യം വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് UDF സർക്കാർ അധികാരത്തിലേറിയത്. ഈ വാഗ്ദാനങ്ങളിൽ ചിലത് നടപ്പിലാക്കുമെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ശ്രമങ്ങൾ മാതൃകാപരമാണ്. എന്നാൽ ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും? അതാണ് പ്രശ്നം. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കൊക്കിന് ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നാണ്. പക്ഷേ ഗവൺമെൻറ്റുകൾ പലപ്പോഴും അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മുതൽത്തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം, നമുക്ക് കേന്ദ്രത്തിനെ പഴിക്കാം, പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കുറേ കൂടി മെച്ചമായിട്ടുള്ള പരിഗണന കിട്ടണമെങ്കിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് കിട്ടില്ല. സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻസ് മാറ്റണം. അതിന് മുഴുവൻ സംസ്ഥാനങ്ങളില്ലെങ്കിലും മെജോറിറ്റി സംസ്ഥാനങ്ങളിലും തയ്യാറാവണം. അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്, കാരണം അവർക്ക് എല്ലാവർക്കും ധനസ്ഥിതി കുറച്ച് മോശമാണ്. അത് അങ്ങനെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വായ്പയെടുത്ത് വാഗ്ദാനം പാലിക്കുന്നതിലേക്ക് കടന്നാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില വീണ്ടും ഗുരുതരമാകും. കിഫ്ബി പോലുള്ള ബജറ്റിന് പുറത്തുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ സൃഷ്ടിച്ചിരിക്കുന്ന ബാധ്യതകളുടെ മുകളിലേക്കാണ് പുതിയ വായ്പകളും വരുന്നത്. വായ്പ എടുക്കരുത് എന്ന നിലപാട് ധനപരമായ യാഥാസ്ഥിതികതയാണെന്ന് പറയുന്നുണ്ടെങ്കിലും എടുക്കുന്ന പണം എന്തിനുപയോഗിക്കുന്നു എന്നത് പ്രശ്നമാണ്. ഗവൺമെൻറ്റുകൾക്ക് സാമ്പത്തിക സിദ്ധാന്തം അനുസരിച്ച് അവർക്ക് വരുമാനത്തിൽ കൂടുതൽ ചിലവുണ്ടെങ്കിൽ കടമെടുത്ത് നടത്താം. പക്ഷേ ആ എടുക്കുന്ന കടം മൂലധന ചെലവിനായിരിക്കണം എന്നാണ് ഒരു പൊതുവെയുള്ള ഒരു തത്വം. അങ്ങനെ ആകുമ്പോൾ ആ മൂലധനത്തിൽ നിന്ന് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാകുകയും
സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിക്കുകയും അതിൽ നിന്ന് കൂടുതൽ നികുതി പിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ യുക്തി. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ എടുക്കുന്ന കടത്തിൻ്റെ 2/3 ഭാഗവും ദൈനംദിന ചെലവുകൾക്കായിട്ടാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാവിയുടെ പൈസ എടുത്ത് ഇന്നത്തെ കാര്യം നിർവഹിക്കുക എന്നുള്ളതാണ്. അത് സസ്റ്റൈനബിൾ അല്ല. ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് വരുമാനം ഉയർത്തുക എന്നതാണ് ശരിയായ പോംവഴി. വരുമാനം ഉയർത്താൻ നികുതി പിരിവ് ഊർജിതമാക്കണം. നികുതി ചോരുന്ന വഴികൾ കണ്ടെത്തി അടയ്ക്കണം. നിയമപ്രശ്നങ്ങൾ പെട്ടുകിടക്കുന്ന നികുതി വരുമാന പ്രശ്നങ്ങൾ വേഗത്തിൽ തീർപ്പാക്കണം. ഇതൊക്കെ അല്ലാതെ വരുമാനം ഉയർത്തുന്നതിന് മറ്റു കുറുക്കു വഴികളില്ല. നമ്മൾ പിരിച്ചെടുക്കുന്ന സംസ്ഥാനത്തു നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയും നികുതി ഇതര വരുമാനവും കൂട്ടണം. അതിൻ്റെ തോത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓരോ 100 രൂപയ്ക്കും കഴിഞ്ഞ 2 വർഷം 7 രൂപ 80 പൈസയാണ് പിരിച്ചത്. അപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ 1990-95 കാലത്ത് നോക്കിയാൽ 96 കാലത്ത് നോക്കിയാൽ 10 രൂപ വരെ പിരിച്ചിരുന്നു, 10% വരെ. അപ്പോൾ അതിൽ വന്ന വീഴ്ചയാണ് നമുക്ക് ഈ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് അടിസ്ഥാന കാരണം. അതിനെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് സർക്കാരുകൾ വളരെ മടിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ചെലവും ധൂർത്തും നിയന്ത്രിച്ചും ലോട്ടറി, മദ്യം പോലുള്ളവയുടെ വിൽപ്പനയുടെ ഒരു ഭാഗം നീക്കിവെച്ചും ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താം. ചെലവ് കുറയ്ക്കൽ പ്രഖ്യാപനങ്ങൾ ഒതുങ്ങരുത്. വലിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സർക്കാർ അതിനുള്ള പണം കണ്ടെത്താനുള്ള ഇച്ഛാശക്തി കൂടി പ്രകടിപ്പിക്കണം. അല്ലാത്ത പക്ഷം സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ അപകടത്തിലാകും. അപ്പോൾ ദുരിതത്തിലാകുന്നത് സർക്കാരിൻ്റെ പരിരക്ഷ ഉറപ്പായി ലഭിക്കേണ്ട ദുർബല ജനവിഭാഗങ്ങളായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. സജ്ജന സജു പറയുന്നു, റേഷൻ കാർഡിൻ്റെ കളർ നോക്കി അർഹതപ്പെട്ടവർക്ക് മാത്രം സൗജന്യ യാത്രയാക്കിയാൽ ഒന്നുകൂടി നഷ്ടത്തിൻ്റെ ആക്കം കുറയ്ക്കാമെന്ന്. നന്ദനൻ KV പറയുന്നു, സ്ത്രീകൾ സ്വമേധയാ ഫ്രീ ബസ് വേണ്ട എന്ന് വെച്ചാവുന്നത്ര പ്രൈവറ്റ് ബസ്സിന് പോവാം, അങ്ങനെ ഗവൺമെൻറ്റിന് സമാധാനം കിട്ടും എന്നാണ് പറയുന്നത്. അൺനോൺ ഏഞ്ചൽ പറയുന്നു, എന്നും ജോലിക്ക് പോകുന്നവർക്ക് നല്ല കാര്യം എന്ന്. അങ്ങനെ ആ നിലയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സർ ഇനി പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. മോഡലിംഗിൻ്റെ മറവിൽ സ്ത്രീകളെ കച്ചവട വസ്തുക്കളായി മാത്രം കാണുന്ന കൊടും ക്രിമിനലുകളുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേരളം മുതൽ ദുബായ് വരെ നീണ്ടുകിടക്കുന്ന സെക്സ് റാക്കറ്റ് ശൃംഖല. പിടിയിലായ സിന്ധുവും ബിലാലും പ്രധാന കണ്ണികൾ. ഇവരെ നിയന്ത്രിക്കുന്ന ചില ഗുണ്ടാ സംഘങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചതിയുടെ റാമ്പ്. ദുബായിൽ നിന്നെത്തിയ ഒരു ഫോൺ കോൾ കേന്ദ്രീകരിച്ച് 24 നടത്തിയ അന്വേഷണത്തിൽ തുറന്നുകാട്ടിയത് രാജ്യാന്തര സെക്സ് റാക്കറ്റ് സംഘത്തെ. ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് 4 പേർ മാത്രം. എന്നാൽ അതിൽ ഒതുങ്ങുന്നതല്ല ഈ കൊടും ക്രിമിനൽ സംഘത്തിന്റെ അംഗബലമെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരു ഫാഷൻ ഷോ ഇവന്റിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി ചെയ്താൽ 50,000 രൂപ കിട്ടും. നിരവധി ഷോകൾ ദുബായിൽ നടക്കുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടും. സിന്ധുവും ബിലാലും ഈ വാക്കുകൾ പറഞ്ഞാണ് പരാതിക്കാരിയെ ദുബായിൽ എത്തിച്ചത്. എന്നാൽ ഫാഷൻ റാമ്പിലേക്കല്ല, ഹോട്ടൽ മുറിയിലേക്കാണ് ഇവർ തള്ളിവിട്ടത്. പെൺകുട്ടി നേരിട്ടത് കൊടും ക്രൂരത. അന്ന് ആദ്യത്തെ ഇവരിനോട് പറഞ്ഞു, നിനക്കൊരു ക്ലൈന്റ് ഉണ്ട്. ഞാൻ പറയും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ പിടിച്ചൊരു കുട്ടി അടിക്കുകയും ബലായിട്ട് ഡ്രിങ്ക്സിൽ എന്തോ ഒരു വെള്ളപ്പൊടി കലക്കി തന്ന് കുടിപ്പിക്കുകയും ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവിടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നതാണ്. ജീവൻ പണയം വെച്ച് തിരികെ നാട്ടിലേക്കെത്തിയ യുവതി പോലീസിൽ പരാതി നൽകി. കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. 5 സ്ത്രീകളെ പ്രതിയാക്കി ആദ്യ FIR. പെൺകുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ കേസിലെ മുഖ്യപ്രതി സിന്ധു അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. പിടിയിലായ 3ാം പ്രതി അലീന കൊച്ചിയിൽ മുൻപും ക്രിമിനൽ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ സുഹൃത്താണ്. അലീനയ്ക്ക് സെക്സ് റാക്കറ്റുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ശബ്ദരേഖ 24 പുറത്തുവിട്ടു. ഇപ്പം ചേച്ചിക്ക് 1000 കൊടുത്തിട്ട് 1 ഷോട്ടിന്റെ പൈസ വാങ്ങിയാൽ 10K, പിന്നെ 400 എക്സ്ട്രാ തന്നാലും 10K നൈറ്റിന്റെ പൈസ ആവണുള്ളൂ. കേസിലെ മുഖ്യപ്രതി
സിന്ധുവിനെ നിയന്ത്രിച്ചിരുന്ന ബിലാൽ അറസ്റ്റിലായി. യുവതികളെ ദുബായിലേക്ക് എത്തിച്ച് റാക്കറ്റിനെ നിയന്ത്രിച്ചത് ബിലാലാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദുബായിൽ വെച്ചാണ് ബിലാൽ സിന്ധുവുമായി പരിചയത്തിലാകുന്നത്. സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം സജീവമായതോടെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങി. പിന്നീട് നിരവധി യുവതികളെ 1 ലക്ഷം രൂപ വരെ കൈപ്പറ്റി ഇയാൾ ദുബായിൽ എത്തിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് വന്ന ലീഡ് അനുസരിച്ച് ബിലാൽ എന്നെ വരച്ചിട്ട് മറ്റൊരാൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഇതൊരു ഓർഗനൈസ്ഡ് നെറ്റ്വർക്കായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതൊരു നെറ്റ്വർക്ക്, വലിയ നെറ്റ്വർക്കായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 50,000 to 1 lakh ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൊച്ചിയിലെ ഗുണ്ടാ നേതാവും അലീനയുടെ സുഹൃത്തുമായ ഔറംഗസേബിലേക്കും പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുഖ്യപ്രതി സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്ന് ഗുണ്ടാ നേതാവിന് നിരവധി തവണ പണം എത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. നിലവിൽ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് 2 പരാതികൾ മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. നഗ്നദൃശ്യങ്ങൾ പകർത്തിവെച്ചിട്ടുള്ളതിനാൽ പുറത്തുപോയാൽ തങ്ങളുടെ ആത്മാഭിമാനം ഹനിക്കപ്പെടുമെന്ന ആശങ്കയിലാണ് പല പെൺകുട്ടികളുമുള്ളത്. എന്നാൽ ഇത് മറികടന്ന് ചില പരാതികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കേരളം ചർച്ച ചെയ്യുന്നതാണ് എറണാകുളം മലയിടം തുരുത്തിൽ നിന്ന് 8 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു എന്ന വാർത്ത. അതിനായി അഡ്വക്കേറ്റ് കമ്മീഷന്റെ നേതൃത്വത്തിൽ പോലീസ് ശ്രമിച്ചപ്പോൾ വലിയ സംഘർഷമാണ് സ്ഥലത്തുണ്ടായത്. പോലീസിനെ ഉപയോഗിച്ച് നടത്തുന്ന 15ാമത്തെ ശ്രമമാണ് അന്ന് പരാജയപ്പെട്ടത്. മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഉന്നതിയിൽ നിന്ന് എന്തിനാണ് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത്? ഇതിൽ സർക്കാർ തലത്തിൽ എന്തു ചെയ്യാൻ സാധിക്കും? കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞങ്ങളുടെ മക്കളെയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. ഞങ്ങളെ കൊന്നിട്ട് അവർ കൊണ്ടുപോട്ടെ. ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ കാലം മുതൽ ഞങ്ങളിവിടെ കിടക്കുന്നതാണ്. ഇനി ഞങ്ങളിവിടെ നിന്ന് എന്തും പറഞ്ഞിറങ്ങണം. ഞങ്ങളെവിടെ പോകും സാറേ? കൊന്നാലും ശരി, ഇവിടെ കിടന്ന് മരണപ്പെട്ടാലും ശരി, ഇവിടെ കുഴിച്ചിടണം ഞങ്ങൾ. പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള പ്രധാന വെല്ലുവിളിയാണ് മലയിടം തുരുത്തിലെ ഭൂമി പ്രശ്നം എങ്ങനെ രമ്യമായി പരിഹരിക്കുമെന്നത്. 2022 സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ 2 വ്യക്തികൾ തമ്മിൽ ഉള്ള ഭൂമി തർക്കം അത് കോടതി കയറി എന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷേ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുന്നത് സുപ്രീം കോടതിയുടെ കുടിയൊഴിപ്പിക്കൽ ഉത്തരവ് വന്നതോടെയാണ്. എന്താണ് മലയിടം തുരുത്തിലെ ഈ യഥാർത്ഥ ഭൂമി പ്രശ്നങ്ങൾ, അതിന്റെ തർക്കങ്ങൾ? എന്തിനാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഉന്നതിയിലേക്ക് കയറിയത്? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കാളുകുറുമ്പൻ തന്റെ 2.65 ഏക്കർ ഭൂമി അന്യായമായി കയ്യേറിയെന്ന് കാട്ടി മലയിടം തുരുത്ത് കണ്ണോത്ത് ശങ്കരൻ നായർ 58 വർഷം മുൻപ് നൽകിയ കേസാണ് വിവിധ കോടതികൾ കയറിയിറങ്ങി സുപ്രീം കോടതി വരെ എത്തിയത്. പറവൂർ മുൻസിഫ് കോടതിയായിരുന്നു ആദ്യം പരിഗണിച്ചത്. ആകെയുള്ള 19.30 ഏക്കർ പുറമ്പോക്ക് ഭൂമിയിൽ മലയിടം തുരുത്ത് ഉന്നതി സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ ചൊല്ലിയാണ് തർക്കം. ഈ ഭൂമിക്ക് ആധാരമുണ്ടെന്നും അന്യായമായി ദളിത് കുടുംബങ്ങൾ കൈവശം വെച്ചുവെന്നും സ്വകാര്യ വ്യക്തി കോടതിയിൽ വാദിച്ചു. ഹൈക്കോടതിയിൽ കേസെത്തിയതോടെ ശങ്കരൻ നായർക്ക് അനുകൂലമായി വിധി വന്നു. ദളിത് കുടുംബങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ അന്തിമ വിധി ഉന്നതിയിലെ നിവാസികൾക്കെതിരായിരുന്നു. കേസ് കീഴ്ക്കോടതി പറഞ്ഞതിൽ നിന്ന് മാറി പ്രത്യേകം പരിഗണിക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. 2022 ഈ കുടുംബങ്ങളെ ഒഴിപ്പിക്കണമെന്ന് സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് സർക്കാർ ഇടപെടലുണ്ടാകുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 14 തവണ ഭൂമി കുടിയൊഴിപ്പിക്കാനായി അഡ്വക്കേറ്റ് കമ്മീഷൻ MK ജയപാലനും പോലീസ് സംഘവും എത്തിയെങ്കിലും ഉന്നതിയിലേക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല. അന്നെല്ലാം മടങ്ങിപ്പോയി. കഴിഞ്ഞ ബുധനാഴ്ച പോലീസ് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കോളനിക്ക് അകത്ത് കയറി. നടന്നത് വലിയ സംഘർഷം. നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കുപറ്റി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് പിൻവാങ്ങി. ദളിത് കുടുംബങ്ങൾക്കൊപ്പം ചേർന്ന് CPIM സമരം പ്രഖ്യാപിച്ചു. മലയിടം തുരുത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIM. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തുരുത്തിലേക്കുള്ള വഴിയിൽ ധർണ നടത്തി. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം CPIM ഏറ്റെടുക്കുന്ന ആദ്യത്തെ സമരം കൂടിയാണ് മലയിടം തുരുത്തിലേത്.
പക്ഷേ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്നത് ഇടതുപക്ഷമല്ലേ? ഇവിടുത്തെ MLA PV ശ്രീനിജൻ ആയിരുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയും ഇനി എന്ത് നിലപാട് എന്നുള്ളതും ഇപ്രകാരം. സർവേ നടപടികൾ പൂർത്തീകരിച്ച് ഇതിന് ഒരു പരിഹാരം എത്തുന്നതുവരെ കാത്തു നിൽക്കുക എന്നതായിരുന്നു ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്, ജില്ലാ ഭരണ സംവിധാനം ചെയ്യേണ്ടത്. സുപ്രീം കോടതിയെ സമീപിക്കാൻ സാമ്പത്തികമായ പരിമിതിയുള്ള ഈ കുടുംബങ്ങൾ കോടതി വിധിയുടെ ആ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. സമ്പത്തുള്ളവന് മാത്രം സമീപിക്കാനുള്ള കേന്ദ്രങ്ങളായി നമ്മുടെ നീതി നിർവഹണ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഈ ഭൂമി ഇവർക്കുള്ളതാണ്. 8 ദളിത് കുടുംബങ്ങൾ, ഏകദേശം 60ഓളം വരുന്ന ആളുകളെ ഇവിടെ തന്നെ താമസിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇവർക്ക് വീട് നമ്പർ ഇട്ട് കൊടുക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, വാട്ടർ കണക്ഷന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെല്ലാം സർക്കാർ സംവിധാനങ്ങളാണ്. ഇത് വേറൊരാളുടെ ഭൂമിയായിരുന്നെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇതെല്ലാം ഇവരുടെ പേരിൽ എങ്ങനെ അടയ്ക്കാൻ കഴിയും? പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് എങ്ങോട്ടിറങ്ങുമെന്നുള്ള വലിയ ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ. കോടതി വ്യവഹാരങ്ങൾക്കും രാഷ്ട്രീയത്തിനും അപ്പുറം വേദനയിൽ തേങ്ങുന്നവർ. ഈ കുടുംബങ്ങളെല്ലാം ചേർന്ന് അഭിഭാഷകനെ നിയോഗിച്ചിരുന്നു, തുക പിരിച്ചു നൽകിയിരുന്നു. പക്ഷേ പരാജയപ്പെട്ടു. നമുക്ക് നമ്മുടെ കിടപ്പാടം കിട്ടിയാൽ മതി. അപ്പം അവരുടെ ശ്രമിക്കുമെങ്കിൽ ശ്രമിച്ചു നോക്കട്ടെ. ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വീടിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറയണതിന് എന്താ ഒരു ഇത് ഉള്ളത്? മതിയായി മടുത്തു. 5 സെന്റ് സ്ഥലം വെച്ച് തരാമെന്ന് പറഞ്ഞാൽ വീട് എന്ത് ചെയ്യും? വീട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് വന്നു കയറിയല്ലോ, നിങ്ങൾ വീട് കാണുമ്പോൾ അറിയാലോ, വീടും മരവും വൃക്ഷങ്ങളും അമ്പലവും പതിയൊക്കെ ഉള്ളതാ. പരാതിക്കാരനായ ശങ്കരൻ നായർ അന്തരിച്ചു. ഇപ്പോൾ മക്കളും അവരുടെ കുട്ടികളുമാണ് കേസ് നടത്തുന്നത്. ഇരു കൂട്ടരുമായി ചർച്ചയ്ക്ക് മന്ത്രി റോജി M. ജോണിനെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ. ഇത് ഫലം കാണുമെന്ന പ്രതീക്ഷയും വെച്ചുപുലർത്തുന്നു. ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ എങ്ങോട്ട് പോകുമെന്ന ചോദ്യത്തിനാണ് മറുപടി ഇല്ലാതാകുന്നത്. കോടതിയോട് സമയം ചോദിച്ച് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതാണ് സർക്കാർ ശ്രമം. പക്ഷേ സുപ്രീം കോടതി ഉത്തരവ് വന്ന് ഇത്ര വർഷമായതുകൊണ്ട് ആ സാവകാശം ലഭിച്ചില്ലെങ്കിൽ വിഷയം സങ്കീർണമാവും. നാളത്തെ ദിനം നിർണായകമാണ്. ഷിജു ചവറയ്ക്കൊപ്പം വിപിൻ C. വിജയൻ, 24 കൊച്ചി.